കാനഡയ്ക്കെതിരായ വ്യാപാര പ്രശ്നങ്ങൾക്കെതിരെ പുതിയ ആക്രമണം നടത്തി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഡിട്രോയിറ്റിനെയും ഒന്റാറിയോയിലെ വിൻസറിനെയും ബന്ധിപ്പിക്കുന്ന $4.7 ബില്യൺ പുതിയ പാലം തുറക്കുന്നതിൽ നിന്ന് തടയുമെന്നാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഗോൾഡി ഹോവ് ഇന്റർനാഷണൽ ബ്രിഡ്ജിന്റെ ഉടമസ്ഥാവകാശം കാനഡയിലെ സ്റ്റോർ ഷെൽഫുകളിൽ ചില യുഎസ് ലഹരിപാനീയങ്ങൾ സംഭരിക്കാൻ വിസമ്മതിച്ച് പാലുൽപ്പന്നങ്ങൾക്ക് കാനഡ ഏർപ്പെടുത്തിയ തീരുവ, ചൈനയുമായുള്ള വ്യാപാര ചർച്ചകൾ എന്നിവ ട്രംപ് ചൂണ്ടിക്കാട്ടി. യുഎസ് പണം നൽകാൻ വിസമ്മതിച്ചതിനാൽ കാനഡയാണ് പാലത്തിന് ധനസഹായം നൽകിയത്. വരും മാസങ്ങളിൽ ഇത് തുറക്കാൻ പോകുന്നു. 30 വർഷത്തേക്ക് ടോളുകൾ വഴിയാണ് ചിലവുകൾ വഹിക്കുക. നമ്മൾ നൽകിയ എല്ലാത്തിനും അമേരിക്കയ്ക്ക് പൂർണ്ണ നഷ്ടപരിഹാരം നൽകുന്നതുവരെ ഈ പാലം തുറക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. കൂടാതെ പ്രധാനമായും കാനഡ അമേരിക്കയെ അർഹിക്കുന്ന നീതിയും ബഹുമാനവും നൽകുന്നതുവരെ ട്രംപ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. നമ്മൾ ഉടൻ തന്നെ ചർച്ചകൾ ആരംഭിക്കും. നമ്മൾ അവർക്ക് നൽകിയതെല്ലാം ഉപയോഗിച്ച് ഈ ആസ്തിയുടെ പകുതിയെങ്കിലും നമുക്ക് സ്വന്തമാക്കാം. 2012 മിഷിഗണിന്റെ അന്നത്തെ ഗവർണറായിരുന്ന റിക് സ്നൈഡർ പുതിയ ഗോർഡി ഹോഫ് പാലത്തിന്റെ ചെലവുകളിൽ ഭൂരിഭാഗവും വഹിക്കാനുള്ള കനേഡിയൻ സർക്കാരിന്റെ വാഗ്ദാനം സ്വീകരിച്ചു. നിയമസഭയെ മറികടക്കാൻ എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗിക്കുന്ന അസാധാരണമായ നടപടിയും സ്വീകരിച്ചു. 2018 നിർമ്മാണം ആരംഭിച്ചു. പാലം പൂർത്തീകരണത്തോട് അടുക്കുകയാണ്. ജനുവരി 30 യുഎസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി പാലത്തെ ഔദ്യോഗിക പ്രവേശന തുറമുഖമായി പ്രഖ്യാപിക്കുന്ന ഒരു നിയമം പ്രസിദ്ധീകരിച്ചിരുന്നു. ഗതാഗതക്കുരുക്ക്, യാത്രാസമയം, ഗതാഗതക്കുരുക്ക് എന്നിവ കുറയ്ക്കുന്നതിലൂടെ യാത്രക്കാർക്ക് പ്രതിവർഷം $12.7 മില്യൺ ലഭിക്കാൻ കഴിയുമെന്നും പ്രസ്താവിച്ചു. വാഷിംഗ്ടണിലെ കനേഡിയൻ എംബസിയോ ബ്രിഡ്ജ് അതോറിറ്റിയോ ഉടൻ അഭിപ്രായം പറഞ്ഞില്ല. മിഷിഗൺ ഗവർണറും ഡെമോക്രാറ്റുമായ ഗ്രെച്ചൻ വിറ്റ്മറിന്റെ വക്താവ് പറഞ്ഞു. അതിർത്തിയുടെ ഇരുവശത്തു നിന്നുമുള്ള യൂണിയൻ നിർമ്മാണ തൊഴിലാളികൾ നിർമ്മിച്ച പാലത്തിന്റെ നിർമ്മാണത്തിന് കാനഡ ധനസഹായം നൽകി. മിഷിഗണും കാനഡയും തമ്മിലുള്ള സംയുക്ത ഉടമസ്ഥാവകാശ കരാറിന് കീഴിലായിരിക്കും ഇത് പ്രവർത്തിക്കുക. ഇതൊരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ തുറക്കാൻ പോകുന്നു, മിഷിഗൺ ഡെമോക്രാറ്റായ സെനറ്റർ എലിസ സ്ലോട്കിൻ പറഞ്ഞു. ഈ പദ്ധതി റദ്ദാക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. മിഷിഗൺ ബിസിനസ്സുകൾക്ക് ഉയർന്ന ചിലവുകൾ, കുറഞ്ഞ സുരക്ഷിത വിതരണ ശൃംഖലകൾ, ഒടുവിൽ കുറഞ്ഞ തൊഴിലവസരങ്ങൾ. ട്രംപ് താൻ ആരംഭിച്ച ഒരു വ്യാപാര യുദ്ധത്തിന് മിഷിഗൺമാരെ ശിക്ഷിക്കുകയാണ്. കാനഡ ചൈനയുമായുള്ള ഒരു വ്യാപാര കരാറിന്റെ വക്കിലെത്തിയതിന്റെ ഒരേ ഒരു കാരണം പ്രസിഡന്റ് ട്രംപ് ഒരു വർഷത്തേക്ക് അവരെ ചവിട്ടി മെതിച്ചത് കൊണ്ടാണെന്നും അവർ കൂട്ടിച്ചേർത്തു. മിഷിഗൺ ഡെമോക്രാറ്റിൽ നിന്നുള്ള പ്രതിനിധി ഡെബി ഡിംഗൽ ട്രംപ് 2017 പാലത്തിന് അംഗീകാരം നൽകിയതായി പറഞ്ഞു. ഒന്നും മാറിയിട്ടില്ല. കാനഡ നമ്മുടെ സുഹൃത്തും സഖ്യകക്ഷിയുമാണെന്ന് നമുക്ക് മറക്കാൻ കഴിയില്ല. ഈ വില കുറഞ്ഞ നടപടികൾ നമ്മൾ നിർത്തണം. ഇത് ആരെയും സഹായിക്കില്ല, പ്രത്യേകിച്ച് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.